ടെക്കികളോട് ഞാൻ പറഞ്ഞു കൊടുത്ത ആശാന മറ്റൊരു വരിയാണ്, ഏകമുഖമായി ഗുണമെഴില്ലറികയെങ്ങും ലോകം ഇതിൽ നന്മയോട് തിന്മ പൊരുതുന്നു. അതാണ് മാഴ്കരുതു മഞ്ജുമുഖി സത്യമൊട സത്യം കാകലിതമായ പൊരുളാണു ഭുവനം കേൾ ഏകമുഖമായി ഗുണമെഴില്ലറികയെങ്ങും പാരിതിൽ നന്മയോട് തിന്മ പൊരുതുന്നു. ഈ വരികൾ ആദ്യം പാടി. ഏകമുഖമായി ഗുണമെഴില്ലറിക. ഒറ്റമുഖത്ത് ഒരേ ലക്ഷ്യത്തോടെ ഒരു തരത്തിൽ പോകുന്നവരാരും മനുഷ്യരല്ല. വൈവിധ്യത ഉണ്ടാകണം, അതിലാണ് ആസ്വാദ്യത വരുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നമ്മൾ സദ്യ കഴിക്കാറുണ്ടല്ലോ, ഉണ്ട്. ഇലയിൽ വിളമ്പുന്നതിൽ ഏറ്റവും പ്രയോജനമുള്ള കറി ഏതാണെന്ന് ചോദിച്ചു. ടെക്കികളോടാണ് ചോദിച്ചത്. ടെക്കികൾക്ക് അറിയാമോ എന്താ കറിയെന്ന്? അവർക്കാകെ അറിയാവുന്ന കറി ഇൻ ഹറി മാത്രമാണ്, അല്ലേ? അവർക്കറിയത്തില്ല. ഇലയിൽ വിളമ്പുന്ന കറികളിൽ ഏറ്റവും പ്രയോജനമുള്ള കറി ഏതാ? അവിയലാണ്. കോണ്ടിനെൻ്റൽ മെനുവിൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ കോണ്ടിനെൻ്റൽ മെനുവിൽ ഇപ്പോൾ അവിയൽ കയറിയിട്ടുണ്ട്. അതെ, അതാണ്. അവിയലായത് കൊണ്ടാണ് അത്രയും ഗുണവും രുചിയും അതിന് വരുന്നത്. കാരണം പല ജാതി സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏകമുഖമായി ഗുണമെഴില്ലറികയെങ്ങും ലോകം ഇതിൽ നന്മയോട് തിന്മ പൊരുതുന്നു. നിങ്ങളുടെ മനസ്സുകൾ കുറേ വിശാലമാകണമെന്ന് പറഞ്ഞിട്ട് ആ ആശയം ഞാൻ ഈ ടെക്കികളെ പറഞ്ഞു മനസ്സിലാക്കിയത് ഒരു ഫലിതത്തിലൂടെയാണ്. ഫലിതം ഇതായിരുന്നു. അങ്ങ് പാശ്ചാത്യ നാട്ടിൽ 3 ശാസ്ത്രജ്ഞന്മാർ, ഒരാള് ഫിസിക്സിൻ്റെ സയൻറ്റിസ്റ്റാണ്, അടുത്ത ആള് കണക്കിൻ്റെ സയൻറ്റിസ്റ്റാണ്, മൂന്നാമതൊരാൾ കെമിസ്ട്രിയുടെ സയൻറ്റിസ്റ്റാണ്. ഇവർ 3 പേരും കൂടെ ചേർന്ന് യാത്ര പോയി, കാട് കാണാൻ പോയി. വനപ്രദേശങ്ങളിലൂടെ എല്ലാം കുറേ നടന്ന്, കുറേ ദിവസമെല്ലാം നടന്ന് അലഞ്ഞ് ട്രെക്കിംഗ് എല്ലാം നടത്തി നാട്ടിലേക്ക് തിരിച്ചു. സമാധാനമായിട്ട് വിശാലമായൊരു തടാകത്തിൻ്റെ കരയിൽ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയും ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഇരുന്നു. ഈ ഫിസിക്സിൻ്റെ തലയ്ക്കകത്ത് ഫിസിക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചിന്തയില്ല. മാത്സ് ശാസ്ത്രജ്ഞൻ്റെ ഗണിതശാസ്ത്രജ്ഞന് തലച്ചോറിൽ മുഴുവൻ ഗണിതം മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയുടെ ശാസ്ത്രജ്ഞൻ്റെ തല മുഴുവൻ കെമിസ്ട്രിയേ ഉള്ളൂ. 3 പേര് ഇങ്ങനെ തടാകത്തിൽ നോക്കിയിരിക്കുകയാണ്. പ്രവിശാലമായ തടാകം നോക്കി നോക്കി നോക്കിയിരുന്നപ്പോൾ അവരുടേതായ ചിന്തകളിൽ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും വന്നു. ഫിസിക്സ് അങ്ങോട്ട് തലയെ കത്തി കയറിയപ്പോൾ ഫിസിക്സിൻ്റെ സയൻറ്റിസ്റ്റ് പറഞ്ഞു, ഐ ഷാൽ മെഷർ ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. ജലത്തിൻ്റെ സാന്ദ്രത ഞാൻ നോക്കട്ടെ. ഫിസിക്സാണ്. ഇയാൾ ഓടിച്ചെന്ന് വെള്ളത്തിലോട്ട് അങ്ങ് എടുത്തിയാടി. ഇയാളുടെ മനസ്സിൽ ഈ സാന്ദ്രത മാത്രമേ ഉള്ളൂ. മുങ്ങിപ്പോകുമെന്ന് അറിയത്തില്ല, നീന്തും അറിയത്തില്ല. ഇയാൾ ഡെൻസിറ്റി നോക്കാൻ ചാടിയതാ. കുറച്ചു നേരമായിട്ട് അളിയനെ കാണുന്നില്ല. അപ്പൊ കണക്കിൻ്റെ ശാസ്ത്രജ്ഞൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഐ ഷാൽ മെഷർ ദ വോളിയം ഓഫ് ദ വാട്ടർ. വെള്ളത്തിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ. മറ്റേ ആൾ ഡെൻസിറ്റി നോക്കിക്കൊണ്ടിരിക്കുക, ഇതുവരെ കയറി വന്നില്ല. അയാളുടെ മനസ്സിൽ കണക്കേ ഉള്ളൂ, മുങ്ങിച്ചത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെള്ളത്തിൻ്റെ ആഴം അളക്കാം, ഐ ഷാൽ മെഷർ ദ വോളിയം ഓഫ് ദ വാട്ടർ. കണക്കിൻ്റെ ശാസ്ത്രജ്ഞനും എടുത്തിയാടി. ഇയാളും കയറി വരുന്നില്ല. അപ്പോൾ ടെക്കികൾ, ഇപ്പം നിങ്ങൾ ചിരിക്കുന്നവർ ടെക്കികൾ കുറേശ്ശെ ചിരിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിച്ചിരിയായി. ഇപ്പോഴും അവരിടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. വല്ലപ്പോഴും പല ക്ലാസ്സിനും മരണയെന്നും പറയാറുണ്ട്. അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എവിടെയാണ്? കെമിസ്ട്രിയുടെ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കെമിസ്ട്രി മാത്രമേ ഉള്ളൂ. ഈ 2 കൂട്ടുകാർ മുങ്ങിച്ചത്താന്ന് അയാൾക്ക് അറിയത്തില്ല. അയാൾ അവിടെ നിന്ന് പറഞ്ഞു, ഐ കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ സോളിബിൾ ഇൻ വാട്ടർ. കെമിസ്ട്രിയുടെ തത്വമാണ്, മനുഷ്യൻ വെള്ളത്തിൽ അലിഞ്ഞു പോകുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അയാൾ ഇടയിൽ നടന്നങ്ങ് പോയി. അതാണ് ഏകമുഖമായി ഗുണമെഴില്ലറിക. ഒരു ആശയം അവരിലേക്ക് സംവദിപ്പിക്കാൻ എത്ര വേഗം ഒരു ഫലിതം കൊണ്ട് എനിക്ക് കഴിഞ്ഞു. നിങ്ങൾ കമ്പ്യൂട്ടറിൽ മാത്രം ഇരുന്നാൽ പോരാ, ബോറടിക്കുന്ന ജോലി മാത്രം പോരാ, പല വിധത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകണമെന്ന് പറയാനൊരു ഒറ്റ ഫലിതം കൊണ്ട് എത്ര മനോഹരം എൻ്റെ ആശയം സംവേദിപ്പിക്കാൻ കഴിഞ്ഞു. ഇതാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞത്. ഒരാശയം അടിച്ചുറപ്പിക്കാൻ ഫലിതം പോലെ മറ്റൊരു മാധ്യമമില്ല. മൂന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കാത്ത ആശയങ്ങൾ കൊടുക്കാൻ. അതാണ് മറക്കാത്ത ആശയം. ഫലിതത്തിലൂടെ പറഞ്ഞ ആശയം മറക്കുമോ? മറക്കത്തില്ല. സ്വാമി തൃപ്പാദങ്ങൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു കാണും, എത്ര കോടാനുകോടി വാക്യങ്ങൾ പറഞ്ഞു കാണും. പക്ഷെ ആ പറഞ്ഞ ഫലിതങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മറക്കുമോ? മറക്കുമോ? ഇല്ല. അതാണ് ഫലിതത്തിൻ്റെ ഗുണം. അതുകൊണ്ടല്ലേ ഇപ്പോഴും ജഗതിയുടെ കാര്യം പറയാൻ നമ്മൾ ഊറിച്ചിരിക്കുന്നത്. എന്താ? അയാൾ ചെയ്ത വികൃതികൾ ഓർത്തിട്ടാ, അല്ലേ? സത്യൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് ചിരി വരത്തില്ല, പ്രേം നസീറിൻ്റെ പറഞ്ഞാൽ ചിരി വരത്തില്ല. കാരണം ജഗതി ചെയ്ത് നമ്മൾ മറക്കത്തില്ല, കാരണം അത് ഫലിതമാണ്. അതുകൊണ്ട് തന്നെ
നാട്യശാസ്ത്രം പറയുന്നു ഫലിതം എങ്ങനെ ഉണ്ടാകുന്നു. ഒരു ചെടി നമ്മൾ നടുന്നു, അതിന് ആദ്യം ഇലകൾ വരുമ്പോൾ അതിനെ പല്ലവിതം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തളിരില്ല. പല്ലവം എന്ന് പറഞ്ഞാൽ തളിരില്ല. പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങളെന്ന് ആശാൻ വീണഭൂമിയിൽ പറഞ്ഞില്ലേ? അതാണ് ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ. പല്ലവം എന്ന് പറഞ്ഞാൽ തളിരില്ല. ഒരു ചെടി നട്ടാൽ ആദ്യം അത് പല്ലവിതം ആകും. പിന്നെ അത് കുറച്ചുകൂടി മുറ്റിക്കഴിയുമ്പോൾ ഈ ഇല, ഇത് തളിരങ്ങ് ഇലയാകും. അപ്പോൾ അത് പർണിതം ആകും. പർണമെന്ന് പറഞ്ഞാൽ ഇല. ഒരു ചെടി ആദ്യം പല്ലവിതമായി പർണിതമായി, അത് കഴിഞ്ഞാൽ പിന്നെന്താകും? പൂക്കൾ വരും. അപ്പോൾ എന്ത് പറയും? പുഷ്പിതമെന്ന് പറയും. പല്ലവിതമായി പർണിതമായി പുഷ്പിതമായി കായ വന്നു. കായ വന്നാലോ ഫലിതം ആയി. ഫലം വന്നാൽ ഫലിതം ആയി. ഫലിതം എന്നത് അവസാന വാക്കാണ്. ഫലിക്കുന്നതാണ് ഫലിതം. പല്ലവിതമായി പർണിതമായി പുഷ്പിതമായി ഫലിതമായി, പിന്നെ അതിന് മാറ്റമില്ല. ആ ഫലിതം എത്രമാത്രം മനുഷ്യനെ ആഴത്തിൽ സ്പർശിക്കും. നാറാണത്ത് ഭ്രാന്തൻ്റെ ഇത് ഫലിതമല്ലേ? രാവിലെ മുതൽ കല്ലുരുട്ടി കയറ്റുക. തൃത്താലെ പ്രസംഗിക്കാൻ രായരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ കല്ലുരുട്ടി കയറ്റി. തൃത്താല ക്ഷേത്രത്തിൽ ഞാൻ പല പ്രാവശ്യം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ മലയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റിക്കാരോട് എനിക്കൊന്നും അതുപോലെ കല്ലുരുട്ടണമെന്ന്. അവരെൻ്റെ കൂടെ കൂടി. രാവിലെ 7 മണി മുതൽ ഉരുട്ടിയിട്ട് 12 മണിക്കാണ് കല്ല് മേളിൽ ചെന്നത്. നടക്കാൻ തന്നെ പ്രയാസമാണ്. നാറാണത്ത് പറഞ്ഞ ഇതുപോലെ ഞാനും ഒരു ഭ്രാന്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. താഴോട്ട് ഉരുട്ടിയിട്ടപ്പോൾ നല്ല രസമാണ്. ആ മാർഗം ഒന്ന് ചിന്തിച്ച് നോക്കിയതാണ്. എന്തൊരു വലിയ സന്ദേശമാണ് നൽകുന്നതല്ലേ. അതൊരു ഫലിതമല്ല, മണ്ടത്തരത്തിലെ ഫലിതമാണ്. അതൊരാശയം നമ്മളിൽ സംവേദിപ്പിക്കുകയാണ്. ഒരിക്കലും മറക്കാത്ത ആശയം. കഷ്ടപ്പെട്ടത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിടിവിട്ടാൽ താഴെ പോകുമെന്ന് പഠിപ്പിച്ച ഒരു മഹാസന്ദേശം ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. എത്രയെത്ര പദവികൾ തകർന്നു പോയ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലകം പഠിപ്പിച്ച ആ തത്വം നാറാണത്ത് ഭ്രാന്തൻ്റെ ആ മണ്ടത്തരത്തിൻ്റെ ഫലിതം എത്ര ഡെപ്തുള്ളതാണ്. അതാണ് ഫലിതം. സ്വാമി വിവേകാനന്ദൻ പൊതുവെ ഗൗരവക്കാരനാണ്. പക്ഷെ അദ്ദേഹം ചില സമയത്ത് പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില നർമ്മങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ആ നർമ്മങ്ങളൊക്കെ ഫലപ്രദമായിരുന്നു. അപ്പോൾ ആരുമായിട്ടും ഒരിക്കലും വാദപ്രതിവാദത്തിന് സ്വാമി വിവേകാനന്ദൻ നിന്നിട്ടില്ല. വാദപ്രതിവാദത്തിന് നിൽക്കത്തില്ല. ആരുമായിട്ടും തർക്കിക്കാൻ നിൽക്കത്തില്ല, അങ്ങ് പോവും. ഒരു പത്രക്കാരൻ ഒരിക്കൽ സ്വാമിയോട് ചോദിച്ചു, ആരുമായിട്ടും അങ്ങ് വാദപ്രതിവാദത്തിന് നിൽക്കുന്നില്ലല്ലോ, ആരും അങ്ങയുമാ തർക്കിക്കുന്ന കണ്ടിട്ടില്ല, അതെന്താന്ന് ചോദിച്ചു. നേരെ സ്വാമിജി പറഞ്ഞു, ഞാനൊരാളെ ഒരു തത്വം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവൻ മണ്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ പറയും യു ആർ റൈറ്റ്, നീ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മലപ്പുറംകാർ പറയുന്ന പോലെ തടി കഴിച്ചിലാക്കും. അവിടുത്തൊക്കെ വിട്ടുപോകും. ഈ മണ്ടത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നതിനോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവൻ തിരുത്തപ്പെടത്തില്ല. വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ആക്കാം. അപ്പോൾ സ്വാമിജി പറയും യു ആർ റൈറ്റ്, നീ പറഞ്ഞതാണ് ശരിയെന്നും പറഞ്ഞ് വിട്ടുകളയെന്ന് പറയും. ഉടനെ പത്രക്കാരൻ പറഞ്ഞു ദാറ്റ് ഈസ് ഇറാഷണൽ ആൻഡ് റോങ്. ആ പറഞ്ഞ അഭിപ്രായം യുക്തിരഹിതവും തെറ്റുമാണ്. ഒരുത്തം മണ്ടത്തരമായി തർക്കിക്കുന്ന നേരം അവനെ വിട്ടുപോകുന്നത് ഇറാഷണൽ ആർ റോങ്, യുക്തിരഹിതവും മണ്ടത്തരവുമാണെന്നും പറഞ്ഞ് പത്രക്കാരൻ തർക്കിക്കാൻ നിന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. സ്വാമി വിട്ടങ്ങ് പോയി. പത്രക്കാരൻ വടി വിഴുങ്ങി അങ്ങ് നിന്നുപോയി. അതാണ് നർമ്മത്തിൻ്റെ മർമ്മം.